ഒരു അൽഷിമേഴ്സ് ചികിത്സയിൽ പുതിയ പ്രതീക്ഷ ഡൊനാനെമാബ്. അൽഷിമേഴ്സ് രോഗചികിത്സാ രംഗത്ത് ഒരു നാഴികക്കല്ലാണ് ഡൊനാനെമാബ് എന്ന മരുന്ന്. 2025-ൽ ഈ മരുന്നിന് ചില രാജ്യങ്ങളിൽ ഉപയോഗത്തിനുള്ള അനുമതി ലഭിച്ചു. തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന അമിലോയിഡ് പ്രോട്ടീനുകളെ നീക്കം ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിലുള്ളവരിൽ ഓർമ്മയും ചിന്താശേഷിയും കുറയുന്നത് 35% വരെ സാവധാനത്തിലാക്കാൻ ഈ മരുന്നിന് കഴിയുമെന്ന് ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ തെളിയിച്ചു. ഇത് രോഗം പൂർണ്ണമായി ഭേദമാക്കുന്നില്ലെങ്കിലും രോഗികൾക്ക് കൂടുതൽ കാലം മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സഹായിക്കും. ഖരാവസ്ഥ ബാറ്ററികളിൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി വൻ കുതിച്ചുചാട്ടം. ഇലക്ട്രിക് വാഹനരംഗത്തും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളുടെ വാണിജ്യപരമായ ഉത്പാദനത്തിലേക്ക് ലോകം അടുക്കുന്നു. 2025ഓടെ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഈ ബാറ്ററികൾ ഉപയോഗിച്ചു തുടങ്ങുമെന്ന് മെഴ്സിഡസ് ബെൻസിന്റെ പങ്കാളിയായ ഫറാസിസ് എനർജി പ്രഖ്യാപിച്ചു. നിലവിലെ ലിഥിയം-അയൺ ബാറ്ററികളേക്കാൾ കൂടുതൽ ഊർജ്ജസാന്ദ്രത, വേഗത്തിലുള്ള ചാർജിംഗ്, ഉയർന്ന സുരക്ഷ എന്നിവ ഇവ വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഇലക്ട്രിക് വാഹനങ്ങളുടെ റേഞ്ച് വർദ്ധിപ്പിക്കുകയും ചാർജിംഗ് സമയം ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും. ജെയിംസ് വെബ് ദൂരദർശിനിയുടെ പുതിയ കണ്ടെത്തലുകൾ. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി പ്രപഞ്ചരഹസ്യങ്ങൾ ഓരോന്നായി ചുരുളയ്ക്കുകയാണ്. 2025-ൽ വിദൂര നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ ദൂരദർശിനിക്ക് കഴിഞ്ഞു. ഭൂമിക്ക് സമാനമായ ഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യതകൾ വിലയിരുത്താൻ സഹായിക്കുന്ന ജലബാഷ്പം, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ശനിയുടെ അന്തരീക്ഷത്തിലെ വിചിത്രമായ പ്രതിഭാസങ്ങളെക്കുറിച്ചും പുതിയ വിവരങ്ങൾ വെബ് നൽകി. ജീൻ എഡിറ്റിംഗ് ചികിത്സകൾക്ക് വ്യാപകമായ അംഗീകാരം. ജനിതക രോഗങ്ങൾ ചികിത്സിക്കുന്നതിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നെയ്തയെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സകൾക്ക് കൂടുതൽ അംഗീകാരം ലഭിച്ച വർഷങ്ങളായിരുന്നു 2024-ഉം 2025-ഉം. സിക്കിൾ സെൽ അനീമിയ, ബീറ്റാതലാസീമിയ തുടങ്ങിയ രക്തരോഗങ്ങൾക്കുള്ള കാസ്കെവി ബെമദയെ എന്ന ജീൻ എഡിറ്റിംഗ് ചികിത്സയ്ക്ക് യൂറോപ്പിലും അമേരിക്കയിലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ അംഗീകാരം ലഭിച്ചു. പാരമ്പര്യമായി വരുന്ന മറ്റ് പല രോഗങ്ങൾക്കും അർബുദത്തിനും എതിരെ ഡേറ്റയെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ ചികിത്സകളുടെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. സൂപ്പർബഗുകൾക്കെതിരെ പുതിയ ആന്റിബയോട്ടിക്കുകൾ. ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സൂപ്പർബഗുകൾ ലോകാരോഗ്യത്തിന് വലിയ ഭീഷണിയാണ്. എന്നാൽ 2025-ൽ ഈ രംഗത്ത് പ്രതീക്ഷ നൽകുന്ന പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായി. കാർബനിയം റെസിസ്റ്റന്റ് എൻട്രോബാക്ടീരിയൽസ് മിയോ പോലുള്ള അപകടകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിവുള്ള പുതിയ തരം ആന്റിബയോട്ടിക്കുകൾ ഗവേഷകർ വികസിപ്പിച്ചു. ക്രെസോമൈസിൻ പോലുള്ള പുതിയ സംയുക്തങ്ങൾ ബാക്ടീരിയയുടെ റൈബോസോമുകളിൽ ശക്തമായി പ്രവർത്തിച്ച് അവയെ നശിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് മലിനീകരണം ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ വിലയേറിയ ഇന്ധനമാക്കി മാറ്റുന്നതിൽ ശാസ്ത്രജ്ഞർ വലിയ മുന്നേറ്റം നടത്തി. 2025-ൽ ഡെലവെയർ സർവകലാശാലയിലെ ഗവേഷകർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ദ്രാവക ഇന്ധനമാക്കി മാറ്റുന്ന പ്രക്രിയ വേഗത്തിലാക്കുന്ന ഒരു പുതിയ ഉൽപ്രേരകം ഡെഡര വികസിപ്പിച്ചു. ഈ സാങ്കേതികവിദ്യ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും സുസ്ഥിരമായ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതിനും സഹായിക്കും. വ്യക്തിഗത കാൻസർ വാക്സിനുകൾ യാഥാർത്ഥ്യമാകുന്നു. ഓരോ രോഗിയുടെയും ട്യൂമറിന്റെ ജനിതഘടനയ്ക്ക് അനുസരിച്ച് നിർമ്മിക്കുന്ന വ്യക്തിഗത കാൻസർ വാക്സിനുകൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു. 2025-ൽ മെലനോമ പോലുള്ള അർബുദങ്ങൾക്കെതിരെ ശക്തമായ രോഗപ്രതിരോധ പ്രതികരണം സൃഷ്ടിക്കാൻ കഴിഞ്ഞ നിയോവാക്സ് ജരറ്റേമൻ എന്ന വാക്സിനിന്റെ മെച്ചപ്പെടുത്തിയ രൂപത്തിന്റെ ക്ലിനിക്കൽ പരീക്ഷണഫലങ്ങൾ പുറത്തുവന്നു. ഈ വാക്സിനുകൾ രോഗിയുടെ പ്രതിരോധ സംവിധാനത്തെ അർബുദ കോശങ്ങളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ പരിശീലിപ്പിക്കുന്നു. മെറ്റീരിയൽ സയൻസിൽ നൂതന കണ്ടെത്തലുകൾ. നിർമ്മാണ സാങ്കേതിക രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള പുതിയ വസ്തുക്കൾ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചു. സ്വയം കേടുപാടുകൾ തീർക്കുന്ന സെൽഫ് ഹീലിംഗ് കോൺക്രീറ്റ്, താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സ്മാർട്ട് വിൻഡോകൾ, പ്രകൃതിദത്തവും എന്നാൽ ശക്തവുമായ മുളനാരുകൾ കൊണ്ടുള്ള കോമ്പോസിറ്റുകൾ എന്നിവ 2025-ലെ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങളാണ്. ഇവ കെട്ടിട നിർമ്മാണത്തിലെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ സഹായിക്കും. പരിസ്ഥിതി സൗഹൃദ പ്ലാസ്റ്റിക് വികസിപ്പിച്ചു. ആഴക്കടലിൽ പോലും അഴുകിപ്പോകുന്ന പുതിയ തരം ബയോപ്ലാസ്റ്റിക് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചു. 2025-ൽ പുറത്തുവന്ന പഠനങ്ങൾ പ്രകാരം യബേസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ പ്ലാസ്റ്റിക് ആഴക്കടലിലെ സാഹചര്യങ്ങളിൽ 13 മാസം കൊണ്ട് 80%-ലധികം വിഘടിച്ചു. സാധാരണ ബയോപ്ലാസ്റ്റിക്കുകൾക്ക് ഇത് സാധ്യമല്ല. ഈ കണ്ടെത്തൽ സമുദ്രമലിനീകരണം കുറയ്ക്കുന്നതിൽ നിർണായകമായേക്കാം.